ഹലോ. 2 മുട്ട വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ, ഡിന്നറായിട്ടോ എന്ത് വേണേലും ട്രൈ ചെയ്ത് കഴിക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഹെൽത്തി ചീസി ഓംലെറ്റ് ആണ് കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു 2 3 കിലോ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹെൽത്തി മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണേ. ശരിക്കും ഇത് നമുക്ക് ഒരാഴ്ച തന്നെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ചോറ് ഒഴിവാക്കണം, സ്വീറ്റൊക്കെ ഒഴിവാക്കണം, എണ്ണ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോയോളം വെയിറ്റ് കുറയാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം തന്നെ സോസേജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ രീതിയിൽ സോസേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോസേജ് ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനെ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് പുഴുങ്ങി വേവിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി സവോള അത് ആവശ്യമുള്ളൂ. അപ്പോൾ അരമുറി സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു വഴന്ന് വരുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി കുഞ്ഞായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സോസേജും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഈ മസാലകളൊന്നും ആഡ് ചെയ്യരുത്. നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലകൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മീറ്റ് മസാല ഉണ്ടല്ലോ, അത് മാത്രമേ ആഡ് ചെയ്യുന്നു. വേറെ ഒരു ഗരം മസാലയോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേച്ച് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും. ശരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ 2 മുട്ട വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വയറ് നിറയത്തില്ലെന്ന്. പക്ഷേ ശരിക്കും നല്ല ഫില്ലിങ്സ് ആയിട്ട് കുറേ നേരം വിശക്കാതിരിക്കും കേട്ടോ. അത്രയ്ക്കും നല്ലൊരു ഫില്ലിങ്സോട് കൂടിയുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ശരിക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിച്ചാലും നമുക്ക് വയറ് നിറഞ്ഞ് നല്ല ഫില്ലിങ്സോട് കൂടി ഇരിക്കുക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ്. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് 2 മുട്ടയാണ്. 2 മുട്ടയൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേച്ച് അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സൈഡിലോട്ട് ഒരു സ്ലൈസ് ചീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സ്ലൈസ് ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എന്ത് ഇലയാണേലും എന്തെങ്കിലും ഒരു ഇലയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത്രയും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല ഇല്ലെങ്കിൽ ചീര ഉണ്ടല്ലോ, നല്ല പച്ച ചീരയോ ചുമന്ന ചീരയോ എന്ത് വേണേലും എടുത്തിട്ട് അതൊന്ന് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡയറ്റിൽ എപ്പോഴും നല്ല ഇലക്കറികൾ ഉൾപ്പെടുത്തണമെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മുരിങ്ങയിലയോ ചീരയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് പൊതിഞ്ഞ് ഒന്ന് ആ ചീസൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷേപ്പൊന്നും നോക്കണ്ട, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സംഭവം നല്ല മെൽറ്റായി, ചീസൊക്കെ മെൽറ്റായി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇതെന്തായാലും ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പം നമ്മൾ ഈ ഒരു ഡയറ്റ് ഒരു 2 3 ആഴ്ച 2 ആഴ്ചയോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഡയറ്റ് രാവിലെയും വൈകിട്ടും ചോറ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 3 കിലോ ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്വീറ്റൊക്കെ ഒഴിവാക്കണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചോറും എല്ലാം കഴിച്ചേച്ച് ഇങ്ങനെ കുറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചോറും സ്വീറ്റും അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ഡയറ്റ് ചെയ്യുവാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ വണ്ണം കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു മാറ്റം വരും കേട്ടോ. ഞാനൊരു 2 വീക്സ് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റാണെന്ന്. പിന്നെ അത് സോസേജൊക്കെ വേവാനൊന്നും അധികം സമയം വേണ്ട. അപ്പോൾ സോസേജും ആ മുട്ടയും ചീസും നമ്മുടെ ഇലയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഹെൽത്തിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.